No, no, okay? No. അവന്റെ പേടി മാറി കേട്ടോ. ഓടണ്ട, ഞാൻ കൊല്ലൂല. അങ്ങനെ ഒരു രാവിലെ ദിവസത്തിൽ സുപ്രഭാതത്തിൽ ഞാൻ ഈ കുടുംബത്തെ വിട പറയുകയാണ്. എപ്പോഴും അങ്ങനെ വിട പറയാറുണ്ട്. Obrigado. Obrigado, okay. Yes. Obrigado. Obrigado, bro. എന്റെ തല ബ്രേഡ് ചെയ്യുന്ന ആ ചേച്ചിയാണ്. Obrigado. 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 Okay. Obrigado, okay. Thank you, ciao. Obrigado. Okay. Vamos, India. നടന്നു തരാൻ പറ്റൂല വേണോ പറയുന്നത്. Amigo, okay? Amigo. Okay. Amigo, okay? Yeah. Thank you. Yeah, thank you. Thank you, bro. Thank you. Huh? കരയുന്നു. No. No, okay? No. എനിക്കൊന്ന് ആ ചേച്ചി കരയുന്നു തോന്നുന്നു. No, okay? Smile. No. Smile. ഞാനൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു ചേച്ചിക്ക്. Smile, okay? I speak English also. No problem. ഈ ദിയെ ഇത് ഇറൈ, okay? ഇറൈ. ഇറൈ കദീജ ബിസാവു കത്തിയോ ഹലോ ബിസാവു okay. Bye. Goodbye. Muitada tua família. Bye. അയ്യോ, അടിപൊളി ഫാമിലി ആയിരുന്നു. മറ്റേ ഒരു ചേച്ചി എൻ്റെ അടുത്ത് പയ്യോനും പറയുന്നില്ല. പട്ടി ഇവിടെ കളിക്കുവാണ്. എൻ്റെ അമ്മ, അവരും കരഞ്ഞ് എനിക്കും ഒരു ഓക്വേർഡ് ഫീലിംഗ് ആയി. കാരണം മറ്റേ ചേച്ചി കരഞ്ഞ് അകത്ത് കയറിപ്പോയി കേട്ടോ. മറ്റേ എനിക്ക് ബ്രൈഡ് ചെയ്യുന്ന ചേച്ചി. Bye. Smile. Okay. Janabu, bye. Obrigado. ഞാൻ ആ ചേച്ചിയുടെയും അവരുടെ ഫാമിലിയുടെയൊക്കെ ഒരു 2 ദിവസം മാത്രമേ സ്പെൻഡ് ചെയ്തുള്ളൂ കേട്ടോ. പക്ഷെ നമ്മൾ ഭയങ്കര കമ്പനിയായി. നമ്മൾ കുറേ സ്ഥലത്ത് നടന്നുപോയി, കാഴ്ചകൾ കണ്ടു, കുറേ കോൺവെർസേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു, യാത്രയെക്കുറിച്ച് അതിനെക്കുറിച്ച് നല്ല ബോണ്ടിങ് ആയി കേട്ടോ ചേച്ചിയായിട്ട്. അതാണ് ചേച്ചിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എനിക്കൊന്ന് ചേച്ചി ഞാൻ വിചാരിച്ചതിലധികം എന്താ പറയുക ഭയങ്കര ഒരു ഇതായി കേട്ടോ. അതുകൊണ്ടാണ് സെൻറ്റിമെൻ്റലായി. മറ്റേ അവരെല്ലാവരും കേട്ടോ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ര ഇതാവുന്നു. കാരണം എനിക്കിത് ഭയങ്കര നോർമലാണ്. കാരണം എല്ലാ ഫാമിലിയല്ല ഞാൻ മീറ്റ് ചെയ്യുന്നതിൽ ഒരു പകുതി ഫാമിലിയിലെങ്കിലും ഭയങ്കര ബോണ്ടിങ് ആവാറുണ്ട്. എല്ലായിടത്തും ബോണ്ടിങ് ആവാറുണ്ട്. പക്ഷെ നമ്മൾ എന്താ പറയുക, നമ്മളൊരു കുടുംബം പോലെ ആവാറുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ എല്ലാം സംഭവിക്കുന്നതാണ്. ബട്ട് ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ലൈഫ് ഈസ് ലൈക്ക് ദാറ്റ്. ചിരിച്ചുകൊണ്ട് നമ്മൾ വിട പറയണം. അപ്പോഴാണ് അതിൻ്റെ ഒരു സുഖം. ഞാൻ ഇവിടെ വരും. ഞാൻ 1, 2, 3, 4, 5 വർഷങ്ങൾക്ക് ശേഷമൊക്കെ ഞാൻ വരും. ചിലപ്പോൾ അവരെ കണ്ടേക്കാം, ചിലപ്പോൾ അവരെ കണ്ടില്ലേക്കാം. കാരണം ഞാൻ മുമ്പ് പല സമയങ്ങളിലും എപ്പോഴും പറയുമായിരുന്നു, ഞാൻ നിങ്ങളെ എന്തായാലും കാണുമെന്ന് പറയുമായിരുന്നു. അതാണ് ഞാൻ റാഹ എന്ന് പറയുന്ന എൻ്റെ ഇറാനിയൻ സുഹൃത്ത്, എൻ്റെ ഫേവറേറ്റ് സുഹൃത്താണ് ഇറാനിലെ. അപ്പോൾ അവളുടെ അടുത്ത് ഞാനിങ്ങനെ വിട പറഞ്ഞു പോയി. നിങ്ങൾക്കറിയാമല്ലോ, കുറച്ച് നാൾക്ക് മുമ്പ് ഞാൻ ഇറാനിലോട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ചെയ്തു. ഞാൻ ഡൽഹിയിലോട്ട് ട്രെയിൻ കയറി ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടി. അപ്പോഴാണ് ഞാൻ അറിയുന്നത് റാഹ മരിച്ചു പോയെന്ന്. അപ്പോൾ നമുക്ക് ചില സമയത്ത് അങ്ങനെ നമുക്ക് ഒരാളുടെ അടുത്ത് വാക്ക് കൊടുക്കാൻ പറ്റില്ല. വാക്ക് കൊടുത്താൽ ചിലപ്പോൾ നടക്കണമെന്നില്ല. സോ ഞാനിപ്പോൾ പോകുന്നത്
കൊണാക്രിയിലോട്ടാണ്. കൊണാക്രി എന്ന് പറയുന്നത് ഒരു തലസ്ഥാന നഗരമാണ്. രാജ്യത്തിൻ്റെ മുഴുവൻ പേര് ഗിനിയ കൊണാക്രി എന്നാണ് പറയുന്നത്. റിപ്പബ്ലിക്കാണോ ഇസ്ലാമിക് റിപ്പബ്ലിക്കല്ല, ഡിക്റ്റേറ്റർഷിപ്പ് അല്ല, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണോ റിപ്പബ്ലിക്കാണോ അല്ലോ ഇനി ഗിനിയ കൊണാക്രി മാത്രമാണോ എന്നാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞു തുടങ്ങുകയാണ്. ഹലോ ഫ്രണ്ട്സ്, ചെക്കിനമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ബിസാവിൽ നിന്ന് കൊണാർക്കിലേക്ക് പോകുന്ന എപ്പിസോഡിലേക്ക് സ്വാഗതം പറയുന്നു. രാവിലെ തന്നെ ഒരു ടാക്സിയിലാണ് ഞാൻ ലിഫ്റ്റ് അടിച്ച് വന്നത്. പുള്ളിയാണ് കേട്ടോ എനിക്ക് കയറ്റിയത്. അവര് അവിടെ നിന്ന് വന്ന വണ്ടി കുറച്ച് വന്നിട്ട് തിരിച്ചു പോകണം. വഴി എല്ലാ സാധനവും ഉണ്ട് കയ്യിൽ. ഇനി പോകേണ്ടത് ഇങ്ങോട്ടാണ്, പോർട്ട് കൊളംബോ. അത് കഴിഞ്ഞ് ഒരു റിവർ കിടക്കണം. റിവർ ഒരു ബോട്ടിൽ പോകണം. പിന്നെ ബദാന്ത, അങ്ങനെയാണ്. ദാണ്ട് ഈ കാണുന്ന റോഡിലൂടെയാണ് എനിക്ക് പോകേണ്ടത്. ഇവിടെ കാട്ടിൻ്റെ അതുകൂടെ ഉള്ള ഒരു റോഡാണ് കേട്ടോ. ഈ കാണുന്ന വഴി. എല്ലാവരും ഗ്രാമത്തിൽ നിന്നൊക്കെ മെയിൻ റോഡിലോട്ട് പോകുന്ന കാഴ്ചയാണ് രാവിലെ. അങ്ങനെ ഒരു 50 രൂപ അടുപ്പിച്ച് പുള്ളിക്കാരൻ ചോദിച്ചു, അങ്ങനെ കൊടുത്തു. അങ്ങനെ ഞാൻ ബോട്ടിൽ കയറാൻ വേണ്ടി പോവാണ്. അല്ലോ പടച്ചോലെ പേടിയാണ്. എന്താ പടച്ചോലെ. കാണുന്ന ഒഴുക്കുള്ള മാരകമായ നദിയാണ് കേട്ടോ നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നത്. ഒഴുക്ക് കണ്ടില്ല അവികോ. അയ്യോ, മോട്ടോർ ബോട്ടാണ്. ഒഴുക്ക് കണ്ടില്ലേ. നമ്മൾ അപ്പുറത്ത് കരയിൽ പോകണം. ഈ ബോട്ട് മരത്തിലുണ്ടാക്കിയ ബോട്ടാണിതാ. വെറും മരം. അതിൽ ബൈക്കൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകും. എൻ്റെ പൈസ തികയാത്തോണ്ട് പുള്ളിക്കാരൻ അതിൽ യൂറോ കൊടുത്താണ് അഡ്ജസ്റ്റ് ചെയ്തത്. ഞാനൊരു 50 സെന്റ് കൊടുത്തു. പുള്ളിക്കാരൻ അത് അക്സെപ്റ്റ് ചെയ്തു. ഇടയ്ക്ക് വെള്ളത്തിൽ ഇതാ തോണിയിൽ കോട്ടയൊക്കെ ഉണ്ട്. അപ്പൊ പുള്ളിക്കാരൻ കുറച്ച് കളിമണ്ണ് തേച്ച് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. തോണിയിൽ ഓട്ടമുള്ള തോണിയിലാണ് ഞാൻ കയറിയിരിക്കുന്നത്. പടച്ചോലെ കാത്തോളെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ മോട്ടോർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മരത്തിൽ കൊത്തിയുണ്ടാക്കിയ ഈ ഒരു തോണിയിൽ നമ്മൾ ഏതാണ്ട് ആ മറുകരയിൽ നിന്ന് ഈ മറുകരയിലോട്ട് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ ആദ്യം കുറച്ച് പേടിച്ചെങ്കിലും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. Okay. No problem. Amigo, thank you. Obrigado. ആ കാണുന്ന ആളുകളെല്ലാം ബൈക്കും കൊണ്ട് എനിക്ക് തോന്നുന്നു അപ്പുറത്ത് കടക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണെന്നാണ് തോന്നുന്നത്. ഇനി ആ വഞ്ചിയിൽ കയറ്റിയിട്ട് തിരിച്ചു പോകും. ഞാൻ പോകേണ്ട വഴി ഇതാണ്. അവരുടെ കൂടെ ഞാൻ ഒരു ടൂറിസ്റ്റാ. കേട്ടോ, നല്ല ആൾക്കാര് കേട്ടോ അവിടെ. താങ്ക് യു. അവിടെ ഒരു കപ്പൽ ടീ ഒക്കെയാണ് കേട്ടോ. പാറ്റി എന്തോ ആക്കിക്കൊണ്ടിരിക്കുന്നത്. കേട്ടോ, പുള്ളിക്കാരനാണ് എനിക്ക്. അമിഗോ എന്തോ ചെക്കിങ് എന്തോ നടക്കുവാണ്. പോലീസ്
റോഡിന്റെ നടുക്ക് ഏതോ ഒരു കാട്ടിന്റെ അടിയിലുള്ള റോട്ടിലാണ്. ലാസ്റ്റ് ഞാനൊരു ലോറിയിൽ വലിഞ്ഞു കയറി. ഞാൻ ഒരു അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ എങ്ങോട്ടോ പോവാണ്. കുറെ ആൾക്കാർ വണ്ടിയിലുണ്ട്. നമ്മുടെ വണ്ടി ഓരോ സ്ഥലത്ത് നിർത്തി പോവാണ്. എന്തോ കല്യാണം നടക്കുവാണ് ഇവിടെ. ഗ്രാമവാസികളെല്ലാം വീട്ടിൽ കൂടിയിട്ടുണ്ട്. വണ്ടി എന്തോ വഴിയിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെയുള്ള ഏത് വണ്ടിയിൽ കയറിയാലും ഇതൊക്കെയാണ് അവസ്ഥ. വണ്ടി എവിടെയെങ്കിലും സ്റ്റക്കാവും, വീണ്ടും ശരിയാക്കും. പിന്നെ ഇവർക്കെല്ലാവർക്കും വണ്ടിപ്പണി അറിയാം, അതുകൊണ്ട് അവരെ തന്നെ സ്വന്തമായിട്ട് ശരിയാക്കി അങ്ങനത്തെ പരിപാടിയുണ്ട്. ഏതോ മഡോണയുടെ ചിത്രമാണ് കേട്ടോ. മഡോണയും അമേരിക്കൻ ഫ്ലാഗും. നമ്മൾ ഓരോ വില്ലേജുകളിലൊക്കെ നിർത്തിയിട്ട് ചക്ക, മാങ്ങ, പലതരത്തിലുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സുകൾ, പഴവർഗ്ഗങ്ങളെല്ലാം വണ്ടിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോവാണ്. എവിടെയോ ട്രാൻസ്പോർട്ട് ചെയ്ത് പോവാണ്. ഓരോ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ഓരോ സാധനങ്ങൾ, ഓരോ ആളുകൾ കയറുന്നു. കുറെ സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ വില്ലേജില്. മാങ്ങ, മരിച്ചിനി, കുറെ സാധനങ്ങള്. ഈ കാണുന്നത് ഫുൾ ഓരോ സാധനങ്ങൾ ഓരോ വില്ലേജിൽ നിന്ന് കയറ്റുന്ന. ഇവരെവിടെയെങ്കിലും കൊണ്ടുപോകുന്നതായിരിക്കും, ഏതെങ്കിലും സിറ്റിയിലോ ചന്തയിലോ എന്തെങ്കിലും. നമ്മൾ ഗുയിലേജ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഒരു 40-50 കിലോമീറ്റർ ഉണ്ട് ബോർഡറിലോട്ട്. കുറെ നേരമായി, 11 മണിയായി. രാവിലെ 6:45 എണീറ്റു. 7:30 ആയപ്പോൾ ഇറങ്ങിയതാണ്. ഒരു 50-100 കിലോമീറ്റർ പോലും ആയിട്ടില്ല. കുറേ സമയം എടുത്തു കാട്ടിലൂടെ. ഇപ്പം കുറച്ച് വീടുകളും സംഭവങ്ങളുള്ള ഒരു സ്ഥലത്തെത്തി. ഞാൻ വിസാവിൽ വന്നപ്പം തൊട്ട് ആദ്യം ദിവസം തൊട്ട് എന്നെ കാണിക്കണമെന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് മറന്നു നിങ്ങളെ കാണിക്കാം. അതായത് ഇവിടെ ഉള്ള ഷോപ്പുകളിലെല്ലാം ചിത്രങ്ങൾ വരച്ചാണ് ഇവരുടെ പരസ്യം ചെയ്യുന്നത് കേട്ടോ. പുള്ളിക്കാരൻ എനിക്കിത് ഫുള്ള് തരുവാണ് കേട്ടോ. അമിഗോ ഓബ്രിഗാദോ. വെസ്റ്റ് ആഫ്രിക്കയിൽ എനിക്ക് ട്രാവൽ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ നല്ല ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതുവരെയുള്ള നല്ല സ്നേഹമുള്ള ആൾക്കാർ. മിഡിൽ ഈസ്റ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം സ്നേഹമുള്ള ആൾക്കാരാണ്. എനിക്കൊന്ന് ആഫ്രിക്കയിൽ, എനിക്കിപ്പം വെസ്റ്റ് ആഫ്രിക്ക കുഴപ്പമില്ല, എനിക്ക് ഈസ്റ്റ് ആഫ്രിക്ക ചെയ്യുന്ന പൊതുവെ അങ്ങനെ താല്പര്യമില്ല. പക്ഷേ ഇവിടെ ഉള്ള ആളുകൾ വലിയ പ്രശ്നമില്ല കേട്ടോ. ഇവിടെ അത്യാവശ്യം മനസ്സമാനായിട്ട് നല്ല സ്നേഹമുള്ള ആളുകളാണ്. ഇതാണ് ഒരു രാജ്യത്തിൻ്റെ ബോർഡറിലോട്ടാണ് ഞാൻ പോകുന്നുണ്ടോ. ഇതാണ് നമ്മുടെ ഗിനിയ ബിസാവോ ഗിനിയ കൊടാർക്കിയിലോട്ടുള്ള രാജ്യത്തിൻ്റെ ഹൈവേ ആണ് കേട്ടോ. അതായത് നമ്മുടെ ഇന്ത്യയുടെ പാകിസ്ഥാൻ, അല്ലെങ്കിൽ നിങ്ങൾ പല ബോർഡറുകൾ കണ്ടിട്ടുണ്ടല്ലോ, ഇതാണ് ഒരു ഫണ്ണി ബോർഡർ കേട്ടോ. ഞാൻ പോകുന്ന വഴിയുണ്ടോ, പോകുന്ന വഴിയല്ല. ഹലോ, കുറെ കുട്ടികളും അവിടെ ചൂലുണ്ടാക്കുന്ന കാഴ്ചയാണ് അവര്. ഇതുപോലുള്ള വീടുകളാണ് കേട്ടോ ഈ വഴി ഫുള്ള്. ബോണ്ടിയാ ഓയ്യോ, ഗുഡ്. ചൂല് നിർമ്മാണമാണ് കേട്ടോ. എല്ലായിടത്തും താണ്ട് ചൂലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ. ഞാൻ എൻ്റെ ഓറഞ്ച് കട്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ പേടിച്ച് ഓടുകയാണ് കേട്ടോ. പോ ഒരുത്ത ഓടി കേട്ടോ അതിലേക്കടാ. പോ കുഴപ്പമില്ല. ഗോ. ഞാൻ ഓറഞ്ച് എടുക്കാൻ നോക്കിയപ്പോ വേണ്ടാന്ന് പറഞ്ഞു. ഒരുത്തൻ ഒക്കനെ ഓടി. ഇപ്പൊ പറ്റിയവനാണ്. നോ, അവന്റെ പേടി മാറി കേട്ടോ. ഓറഞ്ച് കഴിക്കണമെന്നൊന്നും തോന്നരുത് കേട്ടോ. അവരാരും വാങ്ങുന്നില്ല. ആ ഒരു പെണ്ണ് മാത്രം ഓറഞ്ച് എൻ്റെ വാങ്ങിച്ചു. വേറെ ഒരാൾ ഓറഞ്ച് വാങ്ങുന്നില്ല കേട്ടോ. എല്ലാവർക്കും പേടി കേട്ടോ. എന്തോ ഞാൻ ഭീകരവാദിയെ പോലെ. വലിയ പിള്ളേർക്ക് പിന്നെയും കുഴപ്പമില്ല. തിരിഞ്ഞാ അവര് നിൽക്കും. കേറണ്ടോ? ഗിനിയർ ഇപ്പൊ പൈസ ആണല്ലോ ചോദിക്കുന്ന. ഗിനിയർ മണി? നോ മണി. No money. Huh? No money. Me no money. Beggar. No money. He walking. ഇവരെന്താ ഇത്ര പേടി? ഓടണ്ട, ഞാൻ കൊല്ലൂല.
വെപ്രാളവും കൊണ്ടാണ് അവ സൈക്കിളൊക്കെ. കുട്ടികളിപ്പോ പൈസ എന്ന് പറഞ്ഞ് വെറുതെ വിടുന്നില്ല കേട്ടോ, ചൂലും കൊണ്ട് അടിക്കാനാണോ? ബൈ. കാരണം എന്നെ വളയുവാണ് കേട്ടോ, ബാഗിൽ നിന്ന് എന്തോ പറിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അവസാനം നമ്മുടെ ബോർഡർ പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ പുറകിൽ കാണുന്ന കസേരയായിട്ട് ഇരിക്കുന്ന ഒരു പുള്ളിയില്ലേ, ആ പുള്ളിയാണ് കേട്ടോ ഇവിടുത്തെ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു കസേരയും ഒരു ടേബിളും ഒരു സ്റ്റാമ്പും, അതാണ് കേട്ടോ ഇവിടുത്തെ എമിഗ്രേഷൻ. വലിയ എമിഗ്രേഷൻ ബിൽഡിങ്ങുകളില്ല, ഒരു കസേരയെ ഇട്ട് വെറുതെ ഇരിക്കുവാണ് കേട്ടോ. കണ്ടില്ലേ, ഇന്നത്തെ ആദ്യത്തെ ആള് ഞാനാണ് കേട്ടോ ഇവിടെ പാസ് ചെയ്ത് പോകുന്നത് ഈ ഒരു ബോർഡറിലൂടെ. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയായി. വല്ലപ്പോഴും ആൾക്കാർ പോവും. താണ്ടെ 20-ാം തീയതി കുറച്ച് പേര് പാസ് ചെയ്തു. പിന്നെ പാസ് ചെയ്തത് കഴിഞ്ഞ മാസം 30-ാം തീയതി. പിന്നെ ഇന്ന് 4 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതുവരെ ഒരാൾ പാസ് ചെയ്ത് പോകുന്നത് ഇന്റർനാഷണൽ ബോർഡറിൽ. ഞാൻ നമ്മുടെ എമിഗ്രേഷനിൽ വന്നിട്ടുണ്ട്. ഇവിടെ മാവിലൊരു തോക്കും നമ്മുടെ ഒരു ടേബിളും. ഇതാണ് എമിഗ്രേഷൻ ഓഫീസറാണ്. ഒബ്രിഗാദോ താങ്ക് യു. അപ്പൊ ഞാൻ അങ്ങനെ കൊണാർക്കിയിലോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്. 4 ദിവസങ്ങൾക്ക് മുന്നേ ആണ് ഇതുവഴി ഈ ഒരു ഇന്റർനാഷണൽ ബോർഡർ വഴി 2 പേര്, ഒരു കപ്പിള് ക്രോസ് ചെയ്ത് പോയത്. അതിനുശേഷം ഞാനാണ് ക്രോസ് ചെയ്ത് പോകുന്നത്. ഇവിടെ ഒരു മനുഷ്യനില്ല, ആകെ എമിഗ്രേഷൻ ഓഫീസറിനുള്ളത് ഒരു ടേബിളും ഒരു കസേരയും ഒരു സ്റ്റാമ്പും ബുക്കുമാണ്. ഞാൻ പലതരം ബോർഡറുകൾ ക്രോസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഈ ഒരു ബോർഡർ കേട്ടോ അത് കോമഡി ബോർഡർ അല്ലായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ നടക്കുന്നത് നൊമാഡ്സ് ലാൻഡിലൂടെയാണോ അതോ കൊണാർക്കിയിലൂടെയാണോ, സോറി ഗിനിയ കൊണാർക്കിയിലൂടെയാണോ എന്ന് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. ഇവിടെ ബോർഡർ അങ്ങനെ ആ ഒരു സംഭവം സെറ്റപ്പൊന്നുമില്ല. അത് പല ഇതുപോലുള്ള രാജ്യങ്ങളിലൊന്നും കാണാനില്ല. ഞാൻ ഒരു ചെറിയ കുടിലെങ്കിലും പ്രതീക്ഷിച്ചു കേട്ടോ, ഒരു കുടില് പോലും അവർക്കില്ല. ഒരു കസേരയിട്ട് മാവിൻ ചൂട്ടിൻ്റെ അടിയിലാണ് എമിഗ്രേഷൻ ഓഫീസ്. കൊള്ളാം കേട്ടോ. അപ്പോൾ എന്തായാലും ഹബീബി, വെൽക്കം ടു ഗിനിയ കൊണാക്രി. This Conakry or Bissau? This Bissau, Conakry. Oh. Bye bye. Thank you. Bye bye. ഇത് നമ്മുടെ ബിസാവു ആണ്. ഞാൻ അവരുടെ അടുത്ത് ചോദിച്ച് കൺഫേം ചെയ്തു. നമ്മുടെ കൊണാക്രി രാജ്യം എത്തിയിട്ടില്ല, കുറച്ചും കൂടെ നടക്കണമെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ഓരോ വീട്ടിലുള്ള ആളുകൾ എന്നെ കണ്ടിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ നോക്കുന്നത്. ഞാൻ അവരെ കണ്ടിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റിയോടെയാണ് നടക്കുന്നത്. എന്താ നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് അരോചകമാക്കുന്നതായിരിക്കും, പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം വീണ്ടും കാണുമ്പോൾ ഒരു ഇൻ്റർനാഷണൽ ബോർഡർ ചിലപ്പം ഇതിന്നും അപ്പുറം ഗതികെട്ട ബോർഡറുകൾ ലോകത്ത് എവിടെയെങ്കിലും കാണും. ചിലപ്പോൾ ഞാൻ അത്രയും യാത്ര ചെയ്തിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം. ബട്ട് ഇതുവരെ ഞാൻ യാത്ര ചെയ്തതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലാൻഡ് ബോർഡർ എന്ന് പറയുമ്പോൾ ഗിനിയ ബിസാവിൽ നിന്ന് ഗിനിയ കൊണാർക്കി പോകുന്നതാണ്. അത് നിങ്ങൾ ജീവിതത്തിൽ യാത്ര ചെയ്തിരിക്കണം. എനിക്ക് തോന്നുന്നു ഞാൻ ഗിനിയ കൊണാർക്കിയുടെ ബോർഡർ എത്തിയെന്ന് തോന്നുന്നു. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഒരു ഗസ്സാണ്. അത് സോറി, അത് വെള്ളം ആയതുകൊണ്ടാണ്. ഇവിടെ പാടം വെള്ളമാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ അപ്പുറത്തോട്ട് ഗിനിയ കൊണാർക്കി എന്ന് വിചാരിച്ചു. നല്ല കുലുക്കോക്കുണ്ട് ഈ ബോർഡറിന്, അല്ല സോറി ഈ പാലത്തിന്. Thank you, amigo. Merci. Guinea Conakry. Okay. Merci. Finally, welcome to ഇതാണ് ഇവിടുത്തെ ബോർഡർ. ആ കാണുന്നതായിരുന്നു ഇവിടുത്തെ ബോർഡർ. ആളുകൾ കയ്യിലെടുക്കാമെങ്കിൽ നിങ്ങൾക്ക് ഒരാളെയും പേടിക്കണ്ട. അതായത് ഞാനിവിടെ വന്നപ്പോൾ കണ്ടു ഇവന്മാർ കള്ളന്മാരാണ്, പൈസ വാങ്ങാൻ വേണ്ടി ഇരിക്കണവന്മാരാണ്. ഞാനിവിടെ വന്നിട്ട് ഹലോ ഗുഡ്, ഹൗ ആർ യു? കുറച്ച് പേര് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കൊണാർക്കിയിലോട്ട് സ്വാഗതം. അത് പോലീസാണ്, എമിഗ്രേഷൻകാരൊന്നുമല്ല, പോലീസുകാരന്മാർ പൈസ വാങ്ങുന്നുണ്ട്. ഞാനും ഇങ്ങനെ വൈകിയിരുന്നു. ഞാൻ വിസ നമുക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്താൽ മതി. ഓൺലൈനിൽ അപ്ലൈ ചെയ്ത് $80 കൊടുക്കുമ്പോൾ, അതായത് 16,500 രൂപയൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് വിസ കിട്ടും. പക്ഷേ എനിക്ക് പിന്നെ ഒരു മലയാളി
അവിടെ നിന്ന് അവരുടെ കൊണാർക്കിൽ നിന്ന് ഈ ഡയറക്ടർ ജനറൽ അവരുടെ ഓഫീസിൽ നിന്ന് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എനിക്ക് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ പോലത്തെ ഒരു സംഭവം എൻട്രി പെർമിറ്റ് വന്നു. അതുകൊണ്ട് ഞാൻ വിസ വേണ്ട, എൻട്രി പെർമിറ്റാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഇതൊക്കെ കൊടുത്ത് അവർ എഴുതുന്നുണ്ട്. 4 ദിവസം മുന്നെയാണ് ആരോ ഇതുവഴി പാസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ലാസ്റ്റ് അവർ പൈസ ചോദിക്കണമെന്നുണ്ട്. ഞാൻ ഇവരുടെ അടുത്ത് നല്ല ഇവരെ കൺവിൻസ് ചെയ്തു കേട്ടോ. ഞാനിങ്ങനെ ഇത്രയും യാത്ര ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവരെ ഞാൻ കൺവിൻസ് ചെയ്ത് എടുപ്പിച്ചു. അപ്പോൾ പോലീസ് അല്ലാതെ വേറൊരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ അവർക്ക് വല്ലതും പൈസ കൊടുക്കാൻ പറഞ്ഞു. ഞാനിങ്ങനെ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ പുള്ളി പോലീസുകാരുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ലാസ്റ്റ് പോലീസുകാരെ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നീ വയ്ക്കോ അമ്മയ്ക്കോ ഗുഡ് ഗുഡ് ഹൗ യു ഗുഡ്. എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇനിയാണ് എമിഗ്രേഷനിൽ പോകുന്നത്. ഇത്രയും നേരം ഞാൻ ജസ്റ്റ് ക്രോസ് ചെയ്തത് ഒരു പോലീസ് ചെക്ക് പോയിന്റ് മാത്രമാണ്. പോലീസ് ചെക്ക് പോയിന്റിൽ എല്ലാവരും പൈസ എടുക്കുന്നുണ്ടായിരുന്നു. ഇത് ഓരോ വീടുകളാണ്. എൻ്റെ എമിഗ്രേഷൻ എവിടെയാണെന്ന് തോന്നുക. ഹലോ. ഇനി ഇതുപോലെ പറങ്ങാവ് മാവ് ഒരു 10 കിലോമീറ്റർ നടക്കണമെന്ന് തോന്നുന്നു. അറിയില്ല. ഇപ്പം തന്നെ ഞാൻ കുറേ നടന്നു. കഴിഞ്ഞ വണ്ടിയിൽ കുറച്ച് ലിഫ്റ്റ് കിട്ടിയതുകൊണ്ടാണ് ഞാനിവിടെ വന്ന്. അതൊരു 2 കിലോമീറ്റർ ലിഫ്റ്റ് കിട്ടിയായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതായിരുന്നു എമിഗ്രേഷൻ കേട്ടോ. ഞാൻ വിചാരിച്ചു എമിഗ്രേഷൻ തീർന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന്. ഇപ്പം എമിഗ്രേഷൻ കഴിഞ്ഞില്ല. പോലീസിനെ കൈവശം വെച്ച് പോലീസിൽ ഞാൻ പൈസ കൊടുക്കാതെ ഊരി വന്നിട്ടുണ്ട്. ഇത് കുറേ നേരമായി ബൈക്കുകൾ മാത്രമേ ഇതിലൂടെ പോകുന്നുള്ളൂ. ഇതാ ഒരു ബൈക്ക് പോകുന്നുണ്ടോ അമീഗോ? ഞാനേ അമീഗോ പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഞാൻ അവിടെ പോയിട്ട് എന്ത് ചെയ്തു തന്നാ ഈ പോലീസുകാരന്മാരെ കമ്പനിയാക്കാൻ വേണ്ടി ഞാൻ അവിടെ പോയിട്ട് എൻ്റെ ഓറഞ്ച് എടുത്തു. എന്നിട്ട് ഞാൻ മെയിൻ ഓഫീസറിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അമീഗോ ഓറഞ്ച് കട്ട് 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 കട്ട്. അപ്പോൾ ഇവർക്ക് നമ്മളെ ഡമ്പായിട്ട് തോന്നും, മനസ്സിലായില്ലേ? ഒരു ഡമ്പ് പേഴ്സണെ പോലെ തോന്നും. വാശി അറിഞ്ഞൂടാ ഏതൊരു മനസ്സിലായില്ലേ? പാവം പയ്യെ ഇങ്ങനെ നടക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ അവർക്കൊരു മനസ്സിലൊരു സിമ്പതി വരും. അത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഓറഞ്ച് കട്ട് ചെയ്യും. എന്നിട്ട് ഞാൻ ഓറഞ്ച് കട്ട് ചെയ്തിട്ട് യു വോണ്ട് യെസ് അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ അവരൊന്ന് കയ്യിലെടുത്തു. അങ്ങനെയാണ് കേട്ടോ. നമ്മൾ സാറെന്നൊക്കെ ഡയറക്റ്റ് വിളിച്ചാൽ പുള്ളിക്കാരനെ ഓക്കെ അവർ നോർമലായിട്ടേ കണക്കാക്കുള്ളൂ. അതിന് അമീഗോ എന്തെന്നൊക്കെ നമ്മൾ ഭാഷ അറിയാമെങ്കിലും അറിഞ്ഞുകൂടാത്ത രീതിയിൽ കുറച്ച് ഡമ്പ് വർത്തമാനമൊക്കെ പറഞ്ഞാൽ അവർ നമ്മളെ കയ്യിൽ ഒരു സിമ്പതി കിട്ടും. ഞാൻ ഈ കാണുന്ന ഒരു വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ച് കയറിയിട്ടുണ്ട്. സോറി. ഓക്കെ അമ്മയ്ക്ക. നമ്മൾ അടുത്തൊരു ഇതിൻ്റെ ഇടയിൽ ഒരു എമിഗ്രേഷൻ പാസ് ചെയ്തു. ആ എമിഗ്രേഷനിൽ നല്ല പണിയായിരുന്നു. ഓക്കെ. ഇന്ന് നമ്മൾ 2ാമത്തെ റിവർ ക്രോസ് ചെയ്യാണ്. പുള്ളിയുടെ കൂടെയാണ് കേട്ടോ ഞാൻ കയറിയത്. പുള്ളി പാവം ആ എമിഗ്രേഷനിൽ അവർ കുറേ പൈസ ചോദിച്ചു. ഞാൻ പൈസ കൊടുക്കാതെ പൈസ ഇല്ലയെന്ന് പറഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇല്ലയെന്ന് അവർ വിശ്വസിച്ചു. അവരതുകൊണ്ട് കടത്തി വിട്ടു കേട്ടോ. പൈസ ഇല്ല, അത് വേറെ കാര്യം. ആകെ ഇനി 5000 എന്തേ ഉള്ളൂ. അമീഗോ നമ്മൾ ഇനി കടത്ത് തോണിയിലാണ് പോകുന്നത്. നേരത്തെ ക്രോസ് ചെയ്തത് മോട്ടർ തോണിയാണ്. ഇത് കടത്ത് തോണി. ഇതാ വെള്ളം ഫുള്ള് കയറുന്നുണ്ട്. ഭയങ്കര ലീക്കാണ്. കടത്ത് തോണി ഫുള്ള് ലീക്കാണ്. അങ്ങനെ നമ്മുടെ ബോട്ട് എടുക്കുന്നു. ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനും ഒരു തുഴ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, തുഴയാൻ വേണ്ടി. അങ്ങനെ നമ്മൾ അവസാനം കരയിലെത്തിയിട്ടുണ്ട്. ഞാനാണ് പകുതി തോണി തുഴഞ്ഞത്, പകുതി ഭാഗം, 3/4 ഭാഗം കാണുന്ന ഒരു റിവറാണ് കേട്ടോ നമ്മൾ തുഴഞ്ഞു വന്നത്. ഇവിടെ കുറേ ചെറിയ ഇതുപോലെ വള്ളങ്ങളുണ്ട്, തടിയിലുണ്ടാക്കിയ വള്ളങ്ങൾ.
ഇതുപോലുള്ള ബൈക്കൊക്കെ വരുമ്പോൾ ബൈക്കിനെയും കൊണ്ട് അവർ ക്രോസ് ചെയ്യിപ്പിക്കും. വള്ളത്തിൽ വെള്ളം കുറേ ആയിട്ടുണ്ട്. അങ്ങനെ അവസാനം നമ്മുടെ ബോർഡർ കടന്നു. ബോർഡറൊക്കെ ഞാൻ ഓൾറെഡി കടന്നല്ലോ. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടില്ലേ, ഒരു 30 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ എമിഗ്രേഷൻ കഴിഞ്ഞത്. എമിഗ്രേഷൻ വരെ ആ പുള്ളിക്കാരൻ എനിക്ക് ലിഫ്റ്റ് വന്നോളൂ. പുള്ളിക്കാരൻ തിരിച്ചു പോവാണ്. ഇവിടെ ഇവിടെ വീടുണ്ടാക്കുവാണ്. അവിടെ തന്നെ മൺകട്ടകൾ വെച്ച് വീടുണ്ടാക്കുവാണ് കേട്ടോ. അവര് മൺകട്ട ഖുർആൻ. സലാം അലൈക്കും. ഖുർആൻ എഴുതുവാണ് കേട്ടോ. ഖുർആനുൽ കരീം. ഇവിടെ കുട്ടികളെല്ലാം ഖുർആൻ പഠിക്കുവാണ്. അധ്യാപകൻ എഴുതി കൊടുക്കുവാണ്. മുദസ്സിർ എന്ന് പറയുന്ന ഒരു സൂറയാണ്. ഓക്കെ, ശുക്രൻ മാസലാമ. ഇവിടെ ഒരു ഖുർആൻ പുസ്തകമുണ്ട്. ബാക്കി എല്ലാവർക്കും പഠിക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതി കൊടുക്കുവാണ് അദ്ദേഹം. ഇതിലാണ് കേട്ടോ. ബയ്യന എന്താന്ന് മനസ്സിലായിട്ടില്ല. അതിലാണ്, ആ ഇങ്കിലാണ് അദ്ദേഹം എഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പശുക്കളൊക്കെ ഉണ്ട് ഇവിടെ, ധാരാളം പശുക്കൾ. നല്ല വെയിൽ. ചെറിയ ഹട്ടുകളാണ്. പിന്നെ ഇവരുടെ എല്ലാ വീടുകളും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. കോൺക്രീറ്റ് അല്ല, പൂശിയിട്ടുണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ച ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ്. ഈ കാണുന്ന ഒരു പ്രത്യേകതയാണ്. ഞാൻ ഇവിടെയുള്ള വീടുകളിൽ, എല്ലാ വീടുകളിലും ചെറിയ ഇതുപോലുള്ള ഹോളുകളുണ്ട്. എയറിനാണോ എന്തോ. ആകെയുള്ള വഴി നടക്കുവാണ്. നടന്ന് തളർന്നു. റോഡിലൊന്നും ഒരു വണ്ടിയില്ല, ഒന്നുമില്ല. ഇനി ബൊക്കെ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തണം, എന്നാൽ മാത്രമേ വല്ല വണ്ടിയെങ്കിലും കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെന്ന് പറയുമ്പോൾ, ഈ ഗിനിയ ബിസാവുന്ന് ഗിനിയ കൊണാർക്കി പോകുന്ന ആളുകളെല്ലാം തന്നെ അവരെങ്ങനെയാണ് കിടക്കുന്നതെന്ന് വെച്ചാൽ, അവർ ബൈക്ക് എടുക്കും കേട്ടോ. ഏതോ ഒരു സ്ഥലത്ത്, ബിസാവിൻ്റെ ഏതോ ഒരു സ്ഥലത്ത് വന്നിട്ട്, ഇവിടെ കാറ് പാസ് ചെയ്യില്ല. ഇവിടെ കാറ് പാസ് ചെയ്യും. ആ ബോട്ടൊക്കെ ഉള്ളതുകൊണ്ട് കാറ് പാസ് ചെയ്യില്ല. അപ്പോൾ അവർ ബൈക്ക് എടുത്തിട്ടാണ്, ബൈക്ക് ടാക്സിയിലാണ് ട്രാവൽ ചെയ്യുന്നത്. നല്ല ടയേർഡായി. ഹലോ. ഇത്രയും നേരം ഞാൻ കുറേ നടന്നു തളർന്നു. ലാസ്റ്റ് ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടി. ലിഫ്റ്റിലെ പൈസ കൊടുത്തു. ഞാൻ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസ കൊടുത്തു, കുറച്ച് ഫ്രാങ്ക്. എന്നിട്ട് അവർ എവിടെ കൊണ്ടാക്കുമെന്ന് അറിഞ്ഞൂടാ. ബൊക്ക വരെ കൊണ്ടാക്കിയിരുന്നേ കൊള്ളായിരുന്നു. ബൊക്കയെന്ന് പറഞ്ഞു, പക്ഷേ ബൊക്കയ്ക്ക് തെവയില്ലാന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് അവർ കഞ്ചാവ് അടിക്കാൻ വേണ്ടി കുറേ നേരം ഇവിടെ വന്നിരുന്നു. ഒരു 10-20 മിനിറ്റായി. ഒരു കാട്ടിൻ്റെ അകത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ അവരെല്ലാം റെഡിയായി. ഗോ വാമോസ്. ഇവിടെ എല്ലായിടത്തും റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചൈനയാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത്. ചൈന ഗവൺമെന്റ് ആണ്. ചൈന കമ്പനിയൊക്കെയാണ്. ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ് എല്ലായിടത്തും ഉണ്ട്. ഞാൻ കുറെ ചൈനക്കാരന്മാരെ ഈ കാട്ടിന്റെ അകത്ത് ഇങ്ങനെ മരം വെട്ടി കുത്തിയൊക്കെ ഇരിക്കുന്ന കണ്ടിരുന്നു. എല്ലാരും നമ്മൾ ബൊക്കോ എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം എൻ്റെ ചന്തിയൊക്കെ വേദന എടുക്കുന്നു. ഈ അമ്മിക്കോടെ ഞാൻ അവസാനം വന്നിട്ടുണ്ട്. എൻ്റെ ചന്തി വേദന എടുക്കുന്നു കേട്ടോ. ഇതിനിടയിൽ കുറേ സ്ഥലത്ത് പോലീസ് വണ്ടി നിർത്തിപ്പിച്ചു പൈസ വാങ്ങുന്നുണ്ട്. ഓരോ വണ്ടികളിൽ നിന്നും ഓരോ പൈസ വെച്ച് വാങ്ങിച്ചുകൊണ്ട്
Iya, temu ya. Tiba makamamot ko na. Kung ito lagi, mga mara. Ano na naman kita ang Awan pa ang tato. Bilong ka dito. അങ്ങനെ Aha. എല്ലാരും പൈസ കൊടുക്കുമായിരുന്നു കേട്ടോ. ഇവരെന്തോ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. മേഴ്സി മേഴ്സി ഓക്കെ. അങ്ങനെ പുള്ളിയുടെ വീട്ടിൽ നിന്ന് പുള്ളി ഇതും കൊണ്ടുവന്നു. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഇനി ബാഗ് എടുത്ത് ഇനി പോവാണ്. നമ്മുടെ മെയിൻ റോഡിലോട്ട് ഈ ബ്രോ എന്നെ കൊണ്ടാക്കും. ചേട്ടാ എന്നെ ഗ്യാരേജിലാക്കി തന്നെ. മേഴ്സി പുള്ളി പോവാണ് കേട്ടോ. അവർ ബൈക്ക് എന്തോ എടുത്തോണ്ട് വന്നതാണ്. ഇത് നമ്മുടെ ഗ്യാരേജ് ആണ്. ഞാൻ തൽക്കാലം ഈ ടാക്സിയിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഇതിലാണ് കേട്ടോ. എൻ്റെ അടുത്ത് ലോക്കൽ പൈസയൊന്നും ഇല്ല. അപ്പോൾ ഒരു മലയാളിയുടെ അടുത്ത് ചോദിച്ചു. ഇനി അദ്ദേഹത്തിന് അവിടെ പോയിട്ട് കൊടുത്താൽ മതി. അദ്ദേഹം അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. ഈ കാണുന്നത് കണ്ടില്ലേ, നമ്മുടെ പണ്ടത്തെ നമ്മുടെ അമേരിക്കൻ US ഉള്ള സ്കൂൾ ബസ്സില്ലേ, അതുപോലത്തെ ഉള്ള ബസ്സുകൾ ഇവിടെ ധാരാളം ഉണ്ട് കേട്ടോ. പണ്ടത്തെ സ്കൂൾ ബസ് ടൈപ്പ് ഇവിടെ ഇതുപോലത്തെ ബസ് ധാരാളം ഉണ്ട്. ഞാൻ ടയേർഡായി ഒരു പരുവായിട്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ല. ആകെ ഉണ്ടായിരുന്ന ഒരു കപ്പൽ ടീവിയിലെ പ്രോട്ടീൻ ബാർ ഇരിക്കണം. അത് ബാഗിൻ്റെ അകത്ത് എവിടെ ഇരിക്കണം, എടുക്കാൻ പോലും ആവത്തില്ല കേട്ടോ. ബാഗ് തുറന്നെടുക്കാൻ ബോർഡറിൽ എൻ്റെ കയ്യിൽ കുറച്ച് ഞാൻ ലോക്കൽ ക്യാഷ് ബിസാവിലെ മാറ്റി വെച്ചായിരുന്നു. കാരണം എനിക്ക് പൈസ ചേഞ്ച് ചെയ്തിട്ട് വല്ലതും കഴിക്കൊക്കെ വേണ്ടേ. ലാസ്റ്റ് ഞാൻ ആ കാട്ടിക്കൂടെ അല്ലേ ഉള്ളു. അവിടെ ഒരു ബോർഡർ പൈസ എക്സ്ചേഞ്ചും ഇല്ല, പൈസ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ആളുകളും ഇല്ല, ഒന്നുമില്ല. ഇവിടെ ഈ സിവിലൈസേഷനിൽ എത്രയും എത്തിയത് തന്നെ നല്ലത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. 10, 100, 200 കിലോമീറ്ററോളം ബൈക്കിൽ എൻ്റെ അപ്പോൾ ഭയങ്കര പാടായിരുന്നു. ഫാസ്റ്റ് ടൈം കഴിച്ച കിടന്ന് ഉറങ്ങി. എന്നാലും വീഡിയോയുടെ എൻഡിങ് ഇവിടെ വെച്ച് പറയുകയാണ്. എല്ലാവരും ഒട്ടും വയ്യ കേട്ടോ. തളർന്ന് രാത്രി 8 മണിയായി. ഒട്ടും വയ്യ. ഇനി ഒരു 5 മണിക്കൂർ യാത്ര ഉണ്ട്. ഹിച്ചൈക്കിങ് നിർത്തി 5 മണിക്കൂർ. ഇപ്പൊ ഞാൻ അടുത്ത എപ്പിസോഡ് ചേച്ചി എവിടെ പറഞ്ഞു കേട്ടോ ഇന്ന്. അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം. ഈ തണുന്ന ഇത്രയും വലിയ യാത്ര എങ്ങോട്ടാണെന്ന് നിങ്ങൾ ഗസ് ചെയ്ത് നോക്കൂ. അടുത്തൊരു രാജ്യത്താണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ ഏത് രാജ്യത്തോട്ടാണെന്ന്. ഇത്രയും ഗതികെട്ട ഒരു യാത്ര കുറച്ച് ആൾക്കിടയിൽ ഞാൻ എപ്പോഴും ഗതികെട്ട യാത്രകൾ തന്നെയാണ്. ബട്ട് ഇതിന്ന് ഇത്തിരി കൂടിപ്പോയി കേട്ടോ. അയ്യോ, കയ്യിൽ 5 പൈസ ഇല്ല, വിശക്കുന്നുണ്ട്, വൈകി കേട്ടോ. അപ്പൊ അത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. എൻ്റെ ഫോണൊന്നും എൻ്റെ വീഡിയോ ഡിലീറ്റ് ആയി പോയില്ലെങ്കിൽ ഈ അടുത്ത വീഡിയോയിൽ ആ വീഡിയോകളെല്ലാം കാണാം. എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് പുതിയ രാജ്യത്തിന്റെ വീഡിയോ വരുന്നവരെ എല്ലാവരും ബൈ. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി. വണ്ടിയിൽ വലയൊക്കെ ഇടുവാണ്. ഒരു വണ്ടിയിൽ ഞാൻ 250 കിലോമീറ്റർ ഉണ്ട്. ഞാനങ്ങനെ കൊണാക്രി രാജ്യ തലസ്ഥാനത്ത് തൊട്ട് ഞാനിപ്പം ബോട്ടെ ഈ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു, അയ്യോ മറന്നുപോയി. മാപ്പ് നോക്കിയിട്ട് പറഞ്ഞുതരാം. ബാഗൊക്കെ ഇവിടെ പാക്ക് ചെയ്യുവാണ് കേട്ടോ. ഈ കാണുന്നതാണ് വണ്ടി നമ്മുടെ. അങ്ങനെ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തത് രാത്രി 12 മണിക്കാണ് കേട്ടോ. 8 മണിക്ക് എന്തോ വണ്ടി കയറി 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ 6 മണിയായപ്പോൾ വണ്ടി നമ്മുടെ കൊണാക്രി എത്തിയിട്ടുണ്ട്. ഒരു ടാക്സി സ്റ്റേഷൻ പോലത്തെ മദീന എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവർ കൊണ്ടുവന്ന് നിർത്തി. ഞാൻ ടയേർഡാണ്. ഇതിൻ്റെ അടുത്ത് പലയിടത്തും പോലീസ് ചെക്ക് പോയിന്റുകൾ, ആർമി ചെക്ക് പോയിന്റുകൾ. ഞാൻ നല്ല കിടന്നുറക്കുമായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോഴാണ് എണീറ്റത്.